ഞാൻ ചുരുക്കി തന്നെ പറയാം. ഒന്നാമത്, ഞാൻ ഉന്നയിച്ച വളരെ ഗൗരവതരമായ പ്രശ്നത്തിന് BJPയുടെ ബഹുമാന്യനായ പ്രതിനിധിക്ക് മറുപടിയില്ല. അദ്ദേഹം അതേ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്ന് സമ്മതിച്ചു. അതുപോലെ തന്നെ അവിടെ രണ്ട് പേരെ കൊണ്ടുവന്ന് ആക്ഷേപം ഉന്നയിച്ചത് ശരിയാണെന്ന് അദ്ദേഹം സമ്മതിച്ച സ്ഥിതിക്ക് അതിന് അദ്ദേഹത്തിന് മറുപടി ഇല്ലാത്ത സ്ഥിതിക്ക് മറ്റേതിലേക്ക് ഞാൻ വരാം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ശ്രീമതി സ്മൃതി ഈ സ്വർണം അവിടുന്ന് കൊണ്ടുപോകുന്നത് ഏത് വർഷമാണ്? 2019 കൊണ്ടുപോകുന്നത്. 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് നടവഴിപാടായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഈ 2025 ഇത് ഈ 8ാം മാസം, അതായത് സെപ്റ്റംബറിലാണ് ഇതിന് അനുമതി കൊടുക്കുന്നത്. സെപ്റ്റംബറിലാണ് ഇത് കൊണ്ടുപോകുന്നത്. 7ാം തീയതി ഇത് ഇളക്കി 8ാം തീയതി കൊണ്ടുപോകുന്നു. 2019 ഇദ്ദേഹം ഇതവിടെ സമർപ്പിച്ചത്. വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് 2019. ഇത് ഇളക്കിക്കൊണ്ട് പോകുന്നത് 2020. അല്ല അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇടപെട്ടതേ ഇല്ല. അന്ന് പറഞ്ഞ 2025 ഈ പീഠത്തിന്റെ പ്രശ്നം ഉയർന്നു വരുന്നത്. അപ്പൊ 2025 ഇത് വീഡിയോഗ്രാഫും മഹസറും തയ്യാറാക്കി ഇതിന്റെ മുഴുവൻ ലിസ്റ്റും എടുത്ത് ഗാർഡിന്റെ നേതൃത്വത്തിൽ, ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ദേവസ്വം കമ്മീഷണറെ അറിയിച്ചിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് പീഠത്തിന്റെ പ്രശ്നം, ഇവിടെ വിഷയം എന്താ? ഇവിടെ വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ഇവർ പ്രതിയാക്കുന്നില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തൊടുന്നില്ല. കോൺഗ്രസിന്റെ പ്രതിനിധികളും നിഷ്പക്ഷരും എന്ന് പറയുന്നവരും BJPയുടെ പ്രതിനിധികളും ഇതിനകത്ത് വ്യാജ ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി കക്ഷിയല്ല. അതാണ് എന്റെ സംശയം. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി കക്ഷിയല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം ആർക്കാണ്? ഞങ്ങൾക്ക് തോന്നിയല്ലോ ഞങ്ങളത് പറയുകയും ചെയ്തല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് അത് അറിയില്ല, അത് പരിശോധിക്കേണ്ടതുണ്ട്, അത് സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന് സ്പോൺസർ പറഞ്ഞതിനെ വളരെ മയത്തിലാണ് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം പോലും സ്മൃതി, ആദ്യത്തെ ഒരു കാഴ്ചയിൽ ഇത് സ്പോൺസർ ചെയ്ത ആള് ഇങ്ങനൊരു അപകടം കാണിക്കും എന്ന് ആരെങ്കിലും കരുതുവോ? സ്പോൺസർ ചെയ്ത ആൾ താൻ തന്നെ നടക്കി വെക്കുന്നു, താൻ തന്നെ അത് എടുക്കുന്നു, താൻ തന്നെ ഒളിച്ചു വെക്കുന്നു. ആരെങ്കിലും ചിന്തിക്കുമോ സ്മൃതി? സാധാരണഗതിയിൽ അയ്യപ്പ വിശ്വാസികളെന്ന് കരുതുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നോ? അപ്പോൾ സ്പോൺസർക്ക് ഇതിലെന്താണ്? പിന്നെ കേട്ടൊരു വാർത്ത, അത് ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല, ഇത് കൊണ്ടുപോയി പൂജ വെച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് കേൾക്കുന്ന വേറൊരു വാർത്ത. അതിനുവേണ്ടി ഇത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൈവശം വെച്ചിരുന്ന ആൾ ഇത് കൊണ്ടുവന്ന് അയാൾക്ക് ഉൾക്കരുത്തില്ലാത്തത് കൊണ്ട് അയാൾ ഇത് വെപ്രാളപ്പെട്ടിട്ട്, അങ്ങനെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്, അയാൾക്കൊരു വെപ്രാളം തോന്നി തിരിച്ചു കൊണ്ടുവന്നു. ഇവിടുത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് മാറേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച, അതിൽ നിങ്ങൾ തയ്യാറല്ല. കാരണം പൊളിറ്റിക്സാണ് വേണ്ടുന്നത്. പൊളിറ്റിക്സിൽ LDFനെ ഗവൺമെന്റ് താറുമാറാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പീഠം എന്നൊക്കെ പറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ശ്രീമതി സ്മൃതി, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ കാവൽക്കാരായി ഇരിക്കുന്നവരാ ദ്വാരപാലകർ. ഇത് 10,000 വർഷത്തെ പഴക്കമുള്ള സങ്കല്പമാണിത്. കാരണം ഇത് ഹിന്ദു സങ്കല്പം മാത്രമല്ല, ജൈന ബുദ്ധ മത സങ്കല്പത്തിലെല്ലാം 2500 BC വരെ ഇതിൻ്റെ വിഗ്രഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്, ദ്വാരപാലക വിഗ്രഹങ്ങൾ. ഇത് വളരെ എക്സാഗ്രേറ്റ് ചെയ്ത് മനുഷ്യരൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി റിയലിസ്റ്റിക് അല്ലാത്ത രൂപങ്ങൾ കൊത്തിവെച്ച് ദൈവത്തിൻ്റെ വാതിലുകളിൽ പ്രതിഷ്ഠിക്കുന്നതാണ് ദ്വാരപാലകർ. ആ ദ്വാരപാലകരെ സ്ഥാപിച്ചിരുന്ന പീഠം എടുത്തിട്ട് ഒളിച്ചു വെക്കാനും കൊണ്ടുപോകാനും ഒക്കെ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് അറിയപ്പെടുന്നവർ തയ്യാറാവുകയും അവരെ വെള്ളപൂശുകയും അവർക്കെതിരായിട്ട് ഒരക്ഷരം ഇണ്ടാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചർച്ച എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അതിന് ഉത്തരവാദി ഇത് ആരൊക്കെ ഇതിനകത്ത് കളിച്ചിട്ടുണ്ടെന്നുള്ളത് അത് അല്ല. പിന്നെ അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് നിങ്ങൾക്ക് ആക്ഷേപമില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന ചോദ്യമല്ലേ ആദ്യം ചോദിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തത് ആരാ? അതല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ശരി, ശ്രീകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അഭിപ്രായമോ ദേവസ്വം ബോർഡിനെതിരെ മോശം അഭിപ്രായം അങ്ങനെയാണോ ശ്രീകുമാർ? നോക്കൂ ശ്രീമതി സ്മൃതി, ഇവിടെ ഡോക്ടർ ഗോപൻ CPM പ്രതിനിധിയല്ലേ? ഇന്ന് CPMന്റെ നേതാവായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞൊരു കാര്യം നോക്കുക. ഈ
ഈ കാര്യം ഇങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചാനലിനോട് പറഞ്ഞത് അത് ഒരാൾ കൈവശം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്താ പ്രയോജനം എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇവർ പറയുന്ന പോലെ അല്ല പത്മകുമാർ പറയുന്നത്. അപ്പോൾ പത്മകുമാർ പറയുന്നതൊന്ന് കേൾക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ, സമയമില്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു ഭയം കടന്നിട്ടുണ്ട് UDF അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ ആ ഭയം വന്നപ്പോഴാണ് ഞാൻ വളരെ പ്രസക്തമായ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം എന്തുകൊണ്ട് അവതരിപ്പിച്ചതെന്നുള്ള ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കാരണം അതിൽ കുടുങ്ങും ഗവൺമെൻറ്, കണക്ക് പറയേണ്ടി വരും. മറ്റത് കണക്കൊന്നും പറയണ്ടല്ലോ, ഇതിൽ കണക്ക് പറയേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർ 18 അയ്യപ്പ സംഗമം നടത്തിയിട്ട് 18 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, ഇല്ലേ? എത്ര ദിവസമായി ഇപ്പം? എന്നിട്ട് അതിൽ ഇതൊക്കെ വരണമല്ലോ, ഈ സ്വർണത്തിൻ്റെ കാര്യവും എല്ലാത്തിലും വരണമല്ലോ. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായോ? നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞുകൂടെ? ശബരിമല വലിയ വിഷയമാണ്, ഇദ്ദേഹം പറഞ്ഞ പോലെ ഭക്തിയൊക്കെ ഇപ്പോൾ ഉണ്ടായല്ലോ CPM-ന്. ശബരിമല വലിയൊരു വിഷയമല്ലേ? മുഖ്യമന്ത്രിക്ക് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇന്നതാണ് ശബരിമലത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. അദ്ദേഹം വായ തുറക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇദ്ദേഹം പറഞ്ഞത് അത് വീഡിയോയിൽ എടുത്തിട്ടുണ്ടെന്നാ. ശബരിമലയിൽ CCTV ഉണ്ട്, അതല്ല ചോദിച്ചത് കോടതി. ഇതിൽ കണക്കുണ്ടോ, രജിസ്റ്റർ ഉണ്ടോ? ഈ തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ദേവസ്വം ഭാരവാഹിക്ക് അത് പറയുന്നത് കേട്ടു, എനിക്ക് അറിയില്ല, ചാനലിൽ ഞാൻ കേട്ടതാണ്. ഞങ്ങളുടെ വിജിലൻസ് എന്ന് പറഞ്ഞു. ദേവസ്വത്തിന് വിജിലൻസ് ഇല്ലല്ലോ, വിജിലൻസ് ഉള്ളത് ഗവൺമെന്റിനല്ലേ. അപ്പോൾ അതുപോലെ ഇവർക്ക് അറിയാൻ വയ്യ, ഇവരിതിൽ പറഞ്ഞേക്കും. അപ്പം ഞാൻ പറയുന്നത് ശ്രീ പത്മകുമാർ പറഞ്ഞ കാര്യമായിട്ട് ആ ചാനൽ എടുത്തിട്ടൊന്ന് നോക്കുക എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ 18 പേരെ എന്ത് 18ൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ആലോചിച്ച് വരുമ്പോൾ 18ാം പടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ഈ 18 പേരെ നിയോഗിച്ചതൊക്കെ ഒരു സംശയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. കാരണം CPM-ന് ഇങ്ങനെ ഭക്തി കൂടി വരികയല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ഇതിൽ പ്രതിപക്ഷം ഉണ്ടല്ലോ, ഇവരുടെ ഈ കള്ളക്കണക്ക് കുറിക്കും. സംശയം വേണ്ട ആ കാര്യത്തിൽ. ശബരിമല വിഷയത്തിൽ നിങ്ങളെ പിടിച്ചു നിൽക്കാൻ പാടില്ല. ശബരിമല വിഷയത്തിൽ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. ഷാജി, ഇനിയിപ്പോൾ ഏതായാലും ഈ വിരമിച്ച ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ ഈ സ്വർണമൊക്കെ കണക്കെടുക്കണം. ആ കണക്കെടുപ്പ് ഇനി രഹസ്യമാക്കി വെക്കാൻ പറ്റില്ലല്ലോ. കണക്കെടുത്ത ശേഷം കോടതിയുടെ മുന്നിൽ അത് ബോധിപ്പിക്കണം. കണക്കെടുക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അത് കൊടുക്കേണ്ടതില്ല, അതായത് പരിശോധനയുടെ വിവരങ്ങൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് കോടതി പറയുമ്പോൾ അവിശ്വാസം രേഖപ്പെടുത്തുകയല്ലേ? തീർച്ചയായിട്ടും, കാരണം ഇതൊരു നല്ല ശുദ്ധീകരണത്തിനുള്ള സമയമാണ്. പക്ഷെ ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ പോറ്റിയുടെ ഉത്തരവാദിത്വം അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, സർക്കാരിന്റെ അന്വേഷണ സംവിധാനമാണ് തീരുമാനിക്കേണ്ടത്. പകരം കുറ്റം ചെയ്തിട്ട് കൃത്യമായി കാര്യങ്ങൾ പറയാൻ സർക്കാരിനും ഭരണകക്ഷിക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. അത് മറച്ചു വെച്ചിട്ട് മറ്റുള്ള ആളുകളുടെ മുകളിൽ പരിഹസിക്കാനും മറ്റുള്ള ആളുകളെ നിഷ്പക്ഷത വിളിക്കാനും ഇതിനകത്തൊന്നും കാര്യമില്ല. ഇതിനകത്ത് അടിസ്ഥാനപരമായ കാര്യം സുതാര്യത ഉറപ്പുവരുത്തുക, അഴിമതിയില്ലാതാക്കുക, ക്രമബന്ധിതമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കണ്ടെത്തുക, ഉത്തരവാദികളായ ആളുകളെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാവേണ്ടത്. അതിന്റെ ശ്രമങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും വരാനുള്ളത്. അത് വരാതെ അല്ലാത്ത തരത്തിലുള്ള പുകമറ സൃഷ്ടിച്ച് ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളെ ട്വിസ്റ്റ് ചെയ്ത് നടത്തിയാലും ഇതിൽ പിടിക്കുമെന്നുള്ളത് ഗവൺമെന്റ് ഗ്യാരണ്ടിയാ. ശരി, നമുക്ക് നോക്കാം. വളരെ നന്ദി. ഗവൺമെന്റ് ഗ്യാരണ്ടിയാ സാർ, അഴിമതി ആര് നടത്തിയിട്ടുള്ള. ശരി, അത് പിടിക്കട്ടെ, വേഗം പിടിക്കട്ടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.